തദ്ദേശീയമായി യുദ്ധവിമാനം ഉണ്ടാക്കുക എന്നത് ഇന്ത്യൻ സ്വപ്നമായിരുന്നു. അതിൻ്റെ സാക്ഷാത്കാരമായിരുന്നു HAL തേജസ്. 2003 മുതൽ കഴിഞ്ഞ 22 കൊല്ലമായി തേജസ് വ്യോമസേനയുടെ അഭിമാനമാണ്. ആദ്യമായിട്ടാണ് ഒരു അപകടത്തിൽ ഈ പൈലറ്റിന് ജീവൻ നഷ്ടമാകുന്നത്. ഇന്ത്യയുടെ സ്വന്തം തേജസിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കിക്കാണാം. 2001 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് തേജസിന്റെ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നത്. 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 2003 പരിഷ്കരിച്ച ഡിസൈനുമായി തേജസിന്റെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് വെഹിക്കിൾ HAL പുറത്തിറക്കി. ശേഷം വീണ്ടും 8 വർഷം കാത്തിരിക്കേണ്ടി വന്നു തേജസ് വ്യോമസേനയ്ക്ക് കൈമാറാൻ. 2011 ആയുധങ്ങളില്ലാതെ ഉപയോഗിക്കാനുള്ള അനുമതി വ്യോമസേനയ്ക്ക് ലഭിച്ചു. ശേഷം 2015 ജനുവരി 17 ആദ്യത്തെ സ്ക്വാഡ്രൺ വ്യോമസേനയ്ക്ക് നൽകി. 45 വിമാനങ്ങളായിരുന്നു സ്ക്വാഡ്രണിൽ ഉണ്ടായിരുന്നത്. 2016 ജൂലൈയിൽ ആദ്യ സ്ക്വാഡ്രൺ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി. ആയുധങ്ങൾ ഉൾപ്പെടെ വഹിക്കാൻ സാധിക്കുന്ന തരത്തിൽ പരിഷ്കരിച്ച തേജസിനെ 2019 HAL അവതരിപ്പിച്ചു. ഡെൽറ്റ വിംഗ് ഫൈറ്റർ പ്രത്യേകതകളും പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത രൂപകൽപ്പനയുമാണ് തേജസിന്റെ പ്രത്യേകത. മാർക്ക് 1 എന്ന ആദ്യത്തെ വേരിയന്റ് പിന്നീട് മാർക്ക് 1A എന്ന വേരിയന്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളാണ് പുതിയ വേരിയന്റിന്റെ പ്രത്യേകത. ഇന്ത്യയിൽ വികസിപ്പിച്ച വിമാനമാണെങ്കിലും തേജസിന്റെ എഞ്ചിൻ വിദേശിയാണ്. ഏറ്റവും പുതിയ വേരിയന്റിനായി എയർഫോഴ്സ് കാത്തിരിക്കുമ്പോഴാണ് അപകട വാർത്ത പുറത്തുവരുന്നത്. ഇത് 2ാം തവണയാണ് തേജസ് വിമാനം തകർന്നു വീഴുന്നത്. കഴിഞ്ഞ വർഷം രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ഒരു ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ തേജസ് തകർന്നു വീണിരുന്നു. അന്ന് പൈലറ്റ് വിജയകരമായി ഇജക്ട് ചെയ്ത് രക്ഷപ്പെട്ടു. പൈലറ്റിന് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്ന ആദ്യത്തെ അപകടമാണ് ഇന്ന് ദുബൈയിൽ നടന്നത്. റിസർച്ച് ഡെസ്ക് 24. ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് തന്നെയാണ് ദുബായിൽ ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.